ജനം ടിവിയും ജനം സൗഹൃദവേദിയും ഡൽഹിയിൽ സംഘടിപ്പിച്ച ജനോത്സവം പരിപാടിയിൽ പങ്കെടുത്ത പ്രതിഭകളെ ആദരിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനം സൗഹൃദവേദി പ്രസിഡന്റ് MD ജയപ്രകാശ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. ഡൽഹി സർക്കാരിന്റെയും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ജനോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. മാർച്ച് 27, 28, 29 തീയതികളിൽ ഡൽഹിയിൽ അരങ്ങേറിയ ജനോത്സവം പരിപാടിയിൽ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100-ലധികം കലാകാരന്മാരാണ് അണിനിരുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ മുതൽ റോക്കും റാപ്പും വരെ അരങ്ങിലെത്തിയിരുന്നു. അതിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാകാരന്മാരെ ജനം സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഡൽഹി പൗരാവലി ആദരിച്ചു. വിവിധ വേദികളിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ ജനം സൗഹൃദവേദി വിതരണം ചെയ്തു. മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാൽ, അതോടൊപ്പം തന്നെ ജയറാം, പ്രശസ്ത ഗായിക KS ചിത്ര, നർത്തകരായിട്ടുള്ള ശോഭന, ആശാ ശരത്ത്, അങ്ങനെ നിരവധി പേര് കേരളത്തിൽ നിന്ന് വന്ന് ഈ ജനോത്സവം പരിപാടി വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഡൽഹിയിലെ കലാകാരന്മാരെയും ഈ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കുകയുണ്ടായി. ഇന്ന് ആ ഡൽഹിയിലെ കലാകാരന്മാരെ, ഈ ജനോത്സവത്തിൽ പരിപാടി അവതരിപ്പിച്ചവരെ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ അനുമോദിക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. സുപ്രസിദ്ധ കലാകാരനും സിനിമാ താരവുമായ രാഘവ് പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ജനോത്സവം വേദിയിൽ ഡൽഹി കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറിയത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ, ജയറാം, ശോഭന, KS ചിത്ര, ആശാ ശരത് തുടങ്ങി നിരവധി താരങ്ങൾ ജനോത്സവത്തിന് ശോഭയേകി. ജനം സൗഹൃദവേദിയും ഡൽഹി സർക്കാരും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും സഹകരിച്ച് മാർച്ച് 27, 28, 29 തീയതികളിലാണ് ജനോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. ജനം, ഡൽഹി.